ഇവിടെ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് അവരെല്ലാവരും വന്നിട്ടുണ്ട്. ഒരുപാട് പൊളിറ്റീഷ്യൻസ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റീസ് വരുവാണെങ്കിൽ നമുക്ക് അവരുടെ വിശേഷം ചോദിക്കാം, ഇപ്പോഴത്തെ പ്രോജക്റ്റ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എന്നാന്ന് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൽറാമിൻ്റെ അടുത്ത് എന്നാ ചോദിക്കേണ്ടതെന്നുള്ളത് എനിക്ക് അറിയാൻ മേല. ഇപ്പം ശരിക്കും ചോദിക്കുകയാണെങ്കിൽ താങ്കളുടെ മണ്ഡലത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സുഖവിശേഷങ്ങൾ അന്വേഷിക്കാൻ ആദ്യം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിലെ ആളുകളുടെ സന്തോഷം, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള നമ്മുടെ ഒരു അപ്രോച്ച്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകം അതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനം ഓരോ ദിവസവും ഉണ്ടാവും. അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് എന്നുള്ള അർത്ഥത്തിലൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഓൾമോസ്റ്റ് റൊട്ടീൻ രീതിയിലുള്ള പ്രവർത്തനമാണ്. ദിവസം രാവിലെ തൊട്ട് വിസിറ്റേഴ്സ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും. ശരിക്കും ബൽറാം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. ഐ മീൻ കെമിസ്ട്രിയിൽ നല്ലൊരു ബിരുദം എടുത്തിട്ടുണ്ട്, ബിടെക് എടുത്തിട്ടുണ്ട്, LLB എടുത്തിട്ടുണ്ട്, MBA എടുത്തിട്ടുണ്ട്. ഇത്ര ശരിക്കും പറഞ്ഞ ഇതെല്ലാം എടുത്തിട്ട്, ഗ്രാജുവേഷൻസ് എല്ലാം എടുത്തിട്ട് പിന്നെ രാഷ്ട്രീയം മതി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഇറങ്ങാൻ കാരണം? അത് നേരെ തിരിച്ചാണ്. ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പേ ഞാൻ രാഷ്ട്രീയക്കാരനാണ്. കോളേജിൽ ചേരുന്ന ഘട്ടം തൊട്ടാണ് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പ് സ്കൂളിലുള്ള സമയത്ത് തന്നെ രാഷ്ട്രീയത്തിൽ വലിയൊരു ഇഷ്ടവും താല്പര്യവും പാഷനും ഉണ്ടായിരുന്നു. ഭാവിയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഞാൻ പഠിച്ചത് നവോദയ വിദ്യാലയത്തിലാണ്. അവിടെ റെസിഡൻഷ്യൽ രീതിയാണ്, അവിടെ രാഷ്ട്രീയമൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ടുള്ള പ്രവർത്തനം അന്ന് പറ്റിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിനുള്ള അവസരം കിട്ടിയപ്പോൾ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ തൊട്ട് മുഴുവൻ സമയം വിദ്യാർത്ഥി സംഘടനയുടെ ഒക്കെ ഭാഗമായിട്ട് സജീവമായിട്ട് പോയി. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഡിഗ്രീസൊക്കെ കൂടുതൽ എടുക്കാൻ കാരണം കൂടുതൽ കാലം ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കാൻ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതാണ് ബൽറാം. ശരിക്കും ബൽറാമിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും എന്നാ പറയുക, ഇപ്പം ഞങ്ങൾക്ക് പരിചയമുള്ളിടത്തോളം ഈ പറയുന്ന പോലെ എന്ത് അഭിപ്രായവും ഭയങ്കര ബോൾഡായിട്ട് പറയും. ആരുടെയും മുഖം നോക്കാതെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതൊന്നും പേടിയില്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. അപ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ അഭിപ്രായവും എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ആയിക്കൊള്ളുന്നില്ല. എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വിയോജിപ്പുള്ള ആളുകളുണ്ട്. ആ വിയോജിപ്പുള്ള ആളുകൾ പലതരത്തിൽ അത് പ്രകടിപ്പിക്കും. ചിലർ വാക്കുകൊണ്ട് പ്രകടിപ്പിക്കും, ചിലർ കുറച്ചും കൂടി രൂക്ഷമായിട്ടുള്ള ഇതുകൊണ്ട് പ്രകടിപ്പിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഏതൊരു ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണവും ദോഷവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബേസിക്കായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൽ ഒരു ഒപ്പീനിയൻ ലീഡർ ആവുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ ആളുകളെ പേടിച്ച് പറയാതെ മാറി നിന്നാൽ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അവിടെ ഫെയിൽ ആവുന്നത്. കറക്റ്റ്. ശരിക്കും വിമർശകർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ബൽറാം ഏറ്റവും കൂടുതൽ പൊളിറ്റിക്സ് നടത്തുന്നത് ഫേസ്ബുക്കിൽ കൂടിയാണ് എന്നാ പറയുന്നത്, അല്ലാതെ ലൈവ് അല്ല. വിമർശകർ പറയുന്ന കേട്ടോ. ശരിക്കും നമ്മൾ എന്നതേലും കേട്ടാ ഓൺ സ്പോട്ട് അത് റിയാക്ട് ചെയ്യുന്നോണ്ടായിരിക്കാം ചിലപ്പം അത് പറയുന്നത്. അതന്നെയാണ്. ഇപ്പം ഞാൻ MLA ആണ്, നിയമസഭാംഗമാണ്. അപ്പോൾ ആളുകളുടെ വിചാരം ദിവസവും രാവിലെ നിയമസഭ ഉണ്ട്, ഈ അഭിപ്രായം മുഴുവൻ നിങ്ങൾക്ക് നിയമസഭയിൽ പറഞ്ഞുകൂടെ എന്നുള്ള. വർഷത്തിൽ 365 ദിവസം ഉള്ളതിൽ 60 ദിവസത്തിൽ താഴെയാണ് നിയമസഭ ചേരുന്നത്. അതിൽ തന്നെ സംസാരിക്കുന്നതിന് ഒരുപാട് നിബന്ധനകളും നമുക്ക് ടൈം അലോട്ട് ചെയ്ത് കിട്ടുന്നതിനുള്ള ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ അഭിപ്രായവും നിയമസഭയിൽ പറയാൻ പറ്റില്ല. ബാക്കിയുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലെ അഭിപ്രായം നമുക്ക് എവിടെയെങ്കിലും പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളാണ് എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പണ്ടത്തെ തലമുറയിലുള്ള ആളുകൾ പത്രസമ്മേളനം വിളിച്ച് പറയും, അതല്ലെങ്കിൽ പൊതുയോഗത്തിൽ പ്രസംഗത്തിലൂടെ പറയും. ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ഫേസ്ബുക്ക് പോലുള്ള പുതിയ മാധ്യമങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൂ. അപ്പം നമ്മൾ പ്രവർത്തനം ഫേസ്ബുക്കിൽ മാത്രമാണെങ്കിൽ ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുകയോ രണ്ടാമതും തിരഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പം അതൊക്കെ വിമർശകരുടെ ഒരു സാധാരണഗതിയിലുള്ള വിമർശനം എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇതിപ്പോൾ പൊളിറ്റിക്സ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്, കുറേ കാര്യങ്ങൾ ബൽറാം ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരിടയ്ക്ക് കലാശാല എന്ന് പറയുന്നതിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എഴുത്തുകാരൻ അവിടെ പോയി ഇപ്പോഴും ഉണ്ടോ? കലാശാല എന്ന് പറയുന്നത് ഞങ്ങളുടെ KSU എന്ന് പറഞ്ഞ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു സംഘടനാ പദവി കൂടിയാണ്. അതിൻ്റെ മുഖപത്രമാണ് കലാശാല. അപ്പം അതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എഴുതാനുള്ള കഴിവ് കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒരു സർഗാത്മക എഴുത്തിലേക്ക് അധികം പോയിട്ടൊന്നുമില്ല. ഓരോ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളൊക്കെയാണ് എഴുതാറുള്ളത്. ആ എഴുത്തുകളൊക്കെ തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് മീഡിയം മാത്രമേ മാറുന്നുള്ളൂ.
ഇടയ്ക്ക് പത്രങ്ങളിലും മറ്റെല്ലാമൊക്കെ ആർട്ടിക്കിൾസും എഴുതാറുണ്ട്. മറ്റു തരത്തിലുള്ള കഥ, കവിത അങ്ങനത്തെ രചനകളില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു എഴുത്തുകാരനെ അല്ല. ഓക്കെ. അല്ല, ഈ ശരിക്കും പറഞ്ഞ ബൽറാമിന്റെ ആറ്റിറ്റ്യൂഡ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ. ആരുടെയും മുഖവും ഒന്നും നോക്കാതെയാണെന്നും ബൽറാം റിയാക്ട് ചെയ്യുന്നത്. ശരി, നല്ലത്. പക്ഷെ നമുക്കൊരു ഫാമിലി ഉണ്ട് വീട്ടിൽ. ഞാൻ സത്യം പറഞ്ഞ ആലോചിച്ചിട്ടുണ്ട്, ബൽറാം വീട്ടിൽ ഭാര്യയ്ക്ക് ദൈവമേ സമാധാനം കൊടുക്കുകയല്ലേ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് കേട്ടോ. അതൊരു ഫാക്ടറാണ്. സത്യമല്ലേ? കണ്ടോ, ഞാൻ ചിന്തിച്ചാൽ എന്നാ തെറ്റ്. അല്ല, ഇപ്പം അവരും അഡ്ജസ്റ്റ് ആയി. തുടക്കത്തിൽ ഈ പറഞ്ഞ കുഴപ്പമുണ്ടായിരുന്നു. വൈഫിനേക്കാൾ കൂടുതൽ നേരത്തെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്കായിരുന്നു ടെൻഷൻ. അമ്മ ചോദിക്കുമായിരിക്കും നിനക്കൊന്നും ചോദിച്ചിരുന്നു. ഇപ്പം അമ്മ മരിച്ചിട്ട് 3-4 വർഷമായി. അപ്പോൾ അമ്മയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. വൈഫ് പക്ഷേ കുറേയും കൂടിയും കാര്യങ്ങൾ യൂസ്ഡ് ആയി, പേടിയൊക്കെ മാറി. ഇപ്പം സപ്പോർട്ടീവാണ്. പിള്ളേർ എന്നാ ചെയ്യുന്നത്? പിള്ളേർ 2 കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുകയാണ്. മൂത്തയാൾ 2ാം ക്ലാസ്സിൽ, അദ്വൈത് മാനവ് മകനാണ്. 2ാമത്തെ ആൾ അവന്തിക മോളാണ്. ഇപ്പോൾ പ്രീ പ്രൈമറി, അടുത്ത വർഷം 1ാം ക്ലാസ്സിലേക്ക്. പുള്ളിക്കാരത്തി ടീച്ചറല്ലേ? ടീച്ചറാണ്. അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണോ പിള്ളേരും? അല്ല, അടുത്ത സ്കൂൾ. ഇവർ പഠിപ്പിക്കുന്നത് ഹൈസ്കൂളിലാണ്. വേറൊരു ഗവൺമെൻറ് LP സ്കൂളിലാണ്, വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോഴത്തെ ഞാൻ പല ആൾക്കാർ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ വന്നപ്പോഴും ഒക്കെ ഞാൻ ചോദിച്ചതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കേൾക്കുന്ന ഒരു സത്യമാണ്, ഹോൾ ഇന്ത്യയിൽ കൂടെ കേൾക്കുന്ന ഒരു സാധനമാണ്. ഈ പൊതുവെ ഒരു പാവങ്ങൾ എന്നൊരു മുദ്ര കുത്തലുണ്ട്. അത് മാറില്ലേ നമുക്ക്? അല്ല, സത്യത്തിൽ എബവ് പോവർട്ടി ലൈൻ ആക്കണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ നമ്മളെല്ലാവരും പലതരത്തിലുള്ള സ്കീംസൊക്കെ ഗവൺമെൻറ്റുകൾ ആവിഷ്കരിക്കുന്നത്. ലോകത്ത് തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകളെ, ഈ ബിലോ പോവർട്ടി ലൈൻ എന്നുള്ള നിങ്ങൾ പറഞ്ഞ ഈ പാവങ്ങൾ എന്ന് പറയുന്ന ആളുകളെ മിഡിൽ ക്ലാസ്സിലേക്ക് ഉയർത്തിയ ഒരു പ്രോസസ്സാണ് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വഴിവെക്കുന്നത് നമ്മുടെ ഒരു സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് ആണ്. ഒരു 7%, 8% എക്കണോമിക് ഗ്രോത്ത് നമുക്ക് സസ്റ്റെയിൻ ലെവലിൽ നമുക്കൊരു 10 വർഷം 15 വർഷം നിലനിർത്തിയാൽ മാത്രമാണ് ഇത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു 10-15 കോടിയോളം പാവപ്പെട്ട ആളുകളെ മിഡിൽ ക്ലാസ്സിലേക്ക് ഉയർത്തിയത് കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്തുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഉണ്ട് പല തലങ്ങളിൽ. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, എല്ലാവർക്കും ഒരു നിശ്ചിത ഇൻകം ഒരു വർഷത്തിൽ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം പാവപ്പെട്ടവർ എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നവർ മാത്രമല്ലല്ലോ, പലതരത്തിലുള്ള പിന്നോക്കാവസ്ഥയും ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ലാതിരിക്കുക, ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം ഇല്ലാതിരിക്കുക, ഒരു മിനിമം ഭൂമി കൈവശമില്ലാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇഷ്ടത്തിനനുസരിച്ച് ജോലിക്കുള്ള ചോയ്സ് ഉണ്ടായിരിക്കുക, ഒരു നിശ്ചിത ജോലി മാത്രം നമ്മൾ ചെയ്യാൻ നിർബന്ധിതമാക്കപ്പെടാതിരിക്കുന്ന അത്തരത്തിലുള്ള ചോയ്സ്. അപ്പോൾ ഇതൊക്കെ ഉറപ്പുവരുത്താൻ നമുക്ക് പല തലങ്ങളിലുള്ള ഇടപെടൽ വേണ്ടി വരും. അപ്പോൾ അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. സമ്മതിച്ചു. അപ്പൊ ഇവിടെ വന്ന് ലീഡേഴ്സ് ഒക്കെ പറഞ്ഞേക്കുന്നത് എന്നാന്നറിയാമോ, ഇപ്പൊ ഞാൻ ചോദിച്ചു, ഒരു സാധനം തുടങ്ങി വെക്കുന്നത് ഒരു ലീഡർഷിപ്പ് ആയിരിക്കാം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഗവൺമെന്റ് വരുമ്പോഴത്തേക്ക് ഇത് അവിടെ കളയും. ഇത് അവർ തുടങ്ങി വെച്ചതല്ലേ, ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയ തുടങ്ങാമെന്നും പറഞ്ഞ് അവരടുത്തത് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഈ രണ്ടിടയിലും കിടന്ന് പെടുന്നത് ഈ പാവങ്ങളല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ ഈ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ചിലതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നുണ്ട്. ആ നിലയ്ക്ക് ഇൻക്രിമെൻ്റലായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് പൊതുവെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിലെന്നുള്ള പോലെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് ഒരു പാർട്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ് ലീഡേഴ്സ് പറഞ്ഞതാണ് ഞങ്ങളോട്. ഇല്ല, എനിക്ക് ആ അഭിപ്രായത്തോട് അത്ര യോജിപ്പില്ല. പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കായിരിക്കും, അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ വായിന്നാണ് നമ്മൾ കാലാനുസൃതമായിട്ട് മെച്ചപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, സർ ഇതിൽ ഏറ്റവും കൂടുതൽ ചൂഷണപ്പെടുന്ന ജനങ്ങളല്ലേ? കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു കാരുണ്യ ബെനവലന്റ് ഫണ്ട്. ഇപ്പോൾ ലോട്ടറി വഴി പണം ഉണ്ടാക്കിയിട്ട് ആ പൈസ ഉപയോഗിച്ച് ചികിത്സാ സഹായം ആളുകൾക്ക്, ഗുരുതരമായിട്ടുള്ള അസുഖം, ക്യാൻസർ, ഹാർട്ടിൻ്റെ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള സർജറികൾ, അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന പദ്ധതിയാണ്. ഈ ഗവൺമെൻറ് വന്ന് ഇപ്പോൾ 3 വർഷവും അത് കണ്ടിന്യൂ ചെയ്തു, നല്ല നിലയ്ക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം പക്ഷേ അത് അവർ കുറച്ചൊരു മാറ്റങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള പദ്ധതിയായിട്ട് മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള അത്തരം മാറ്റങ്ങളൊക്കെ നല്ലതാണ്. പൊതുവിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് എന്നുള്ളത് കൊണ്ട് മറ്റേ ഗവൺമെന്റ് എടുത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇല്ല. ഇപ്പൊ കേന്ദ്ര തലത്തിൽ നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നു, പക്ഷെ പേരൊക്കെ അവർ മാറ്റും. കഴിഞ്ഞ ഇപ്പോൾ ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി മാറ്റിയിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കും, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള
വൈദ്യുതീകരണ പദ്ധതി മാറ്റി ദീൻ ദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള കാര്യമായിട്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഗെയിം ചേഞ്ചർ അല്ല, നെയിം ചേഞ്ചറാണ് പല സ്കീമുകളിലും നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഈ പേര് മാറ്റിയാലും എന്ത് മാറ്റിയാലും ജനങ്ങൾ അതിനകത്ത് പെട്ടുപോകല്ലെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാം. അങ്ങനെയില്ല. അപ്പോൾ ഓരോ സ്കീമും ഈ സ്കീമുകളൊക്കെ മാറുമ്പോൾ ചില അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ചർച്ചയൊക്കെ നമുക്ക് ആവശ്യം വരും. പക്ഷേ ഓരോ ഗവൺമെന്റിൻ്റെയും ഒരു പ്രൊറഗേറ്റീവ് ആണല്ലോ അവരുടെ സ്കീംസ് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ പറഞ്ഞ ഞങ്ങളുടെ നല്ല കുറെ പേരുടെയും ഈ പറഞ്ഞ എൻ്റെ തന്നെ എടുത്തോ പേഴ്സണലായിട്ട് ഞാൻ പറയുക, ഈ പാവങ്ങൾ എന്ന് പറഞ്ഞ് മുദ്രപ്പെട്ട് കാണാൻ താല്പര്യമില്ല. അവരും വരണ്ടേ മേളിലേക്ക്, അത്രയും ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അപ്പൊ ഇനി വരുന്ന ഫ്യൂച്ചറിൽ അങ്ങനെ നോമൻക്ലേച്ചറിലാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം അത് ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം പണ്ട് ഇപ്പോൾ റേഷൻ കാർഡ് കൊടുക്കുമ്പോൾ BPL എന്ന് പറയുന്ന വിഭാഗമായിട്ടാണ് പറഞ്ഞത്, ബിലോ പോവർട്ടി ലൈൻ എന്നുള്ള വിഭാഗമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ റേഷൻ കാർഡ് അങ്ങനെയല്ല, പ്രയോറിറ്റി വിഭാഗവും നോൺ പ്രയോറിറ്റി വിഭാഗമാണ്. ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് പഴയ BPL വിഭാഗത്തിനെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ പോവർട്ടി എന്നുള്ള വാക്കിനോട് ഉള്ള പ്രശ്നമാണെങ്കിൽ അത് മെല്ലെ മെല്ലെ മാറുന്നുണ്ട്. അതാ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വേർഡ് വരാതിരിക്കട്ടെ. പുവർ എന്നുള്ളതിന് പകരം നമ്മൾ ആം ആദ്മി എന്ന് പറയുന്നു, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നു. അത് വിഷമം തോന്നും അത് കേൾക്കുമ്പോൾ അല്ലേ. അവർക്കും എന്തായാലും നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ താല്പര്യം ഉണ്ടാവും. എന്നും പാവങ്ങൾ പറഞ്ഞ് മുദ്രപ്പെട്ട് കിടക്കണ്ടെന്നുള്ളൊരു സ്വാർത്ഥ ചിന്ത. ഇത് മുദ്രകുത്തൽ മാത്രമല്ല, അവരുടെ ചുറ്റുപാടുള്ള സോഷ്യൽ റിയാലിറ്റിയാണ്. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അതിനെ ആ നിലയ്ക്ക് തന്നെ അഡ്രസ് ചെയ്യണം. അതിനാണ് നമ്മൾ ഇപ്പൊ നമ്മളെ ഒരു ലീഡർ നമ്മളെ സഹായിക്കുവാന്ന് വെച്ചോ, അപ്പൊ നമ്മൾ എന്നാ ചെയ്യും, അവരെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്തിട്ട് മുന്നിലോട്ട് പറഞ്ഞു വിടുക ചെയ്യുക. പിന്നെ നമ്മൾ തിരിഞ്ഞിവരെ മറന്നുപോകും. അന്നേച്ചാണ് ഇപ്പൊ അവര് വോട്ട് സമയത്തൊക്കെ വന്ന് പറയുന്നത് ഞാൻ എല്ലാം ചെയ്തു തരാം പിന്നെ ചെയ്യുകയല്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ഇത്ര ഉത്തരവാദിത്തങ്ങൾ ഏതെങ്കിലും ചില ആളുകളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അവർ കൊണ്ട് നടന്നോളും, എൻ്റെ പണി കഴിഞ്ഞു, ഞാൻ 5 വർഷം കൂടുമ്പോൾ ഒരു വോട്ട് ചെയ്താൽ എൻ്റെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു എന്ന് ജനങ്ങളും ചിന്തിക്കാൻ പാടില്ല. കാരണം നിരന്തരം മോണിറ്റർ ചെയ്യണം ഈ വിഷയങ്ങളിൽ. ഈ നമ്മൾ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ജനപ്രതിനിധികൾ, അവർ തിരഞ്ഞെടുക്കുന്ന സർക്കാർ, അവർ എടുക്കുന്ന പോളിസീസ് അത് ഗുണകരമാണോ, അതല്ല എങ്കിൽ ഓരോ ഘട്ടത്തിലും അതിനെതിരെ വിമർശനം നടത്തി സമരങ്ങൾ നടത്തി അതിനെ തിരുത്തണം. ഇങ്ങനെയാണ് ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ കുറച്ച് ആളുകളെ നമ്മൾ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി അവർ കൊണ്ട് നടന്നോളും, ഇനി എൻ്റെ ഉത്തരവാദിത്തം ഇല്ല, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു വോട്ട് ഞാൻ തരാം എന്ന നിലയിൽ മാറി നിൽക്കുമ്പോൾ ഈ അധികാരം കൈ കിട്ടുന്ന ആളുകൾ അത് തോന്നിയ പോലെ ഉപയോഗിക്കും.